നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. റെഡ് റോസസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചാനലിന് ചെറിയ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെയും എൻ്റെ ചാനലിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഞാൻ പുതിയ പുതിയ റെസിപ്പികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഞാൻ പല മാറ്റങ്ങളും എൻ്റെ ചാനലിൽ വരുത്തും. നിങ്ങളുടെ പ്രോത്സാഹനം കൂടി എനിക്ക് വേണം. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വരാം. അപ്പോൾ ഞാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണത്. നമ്മുടെ അവലോണ്ട് ഒരു ഉപ്പുമാവാണ്. അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. കൂടെ സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അടുക്കളയിലേക്ക് പോവാം. ഒരു വെറൈറ്റി ഉപ്പുമാവ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. അത് ഞാൻ ഉണ്ടാക്കുന്നത് അവിലുപ്പുമാവാണ്. പൊഹ എന്നും പറയും അവിലിനെ. അപ്പോൾ നമുക്കിവിടെ അവിലുപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കുറച്ച് എള്ള്, കറുത്ത എള്ളാണ്. കടല, വറുത്ത കടലയാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കറിവേപ്പില, ഉണക്കമുളക്, ഇഞ്ചി, പരിപ്പ്, ഉഴുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ബൗള് നാളികേരം, ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ കടുക് വേണം. പിന്നെ നിർബന്ധമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഈ ഒരു ബൗളിൽ നമ്മളൊരു 2 ബൗൾ അവിലാണ് എടുക്കണത്. 2 ബൗള് അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ സ്ട്രെയിനറിൽ വെച്ച് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. വല്ലാതെ കുഴയണ്ട, ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഞാനത് വെള്ളം വാരാൻ വേണ്ടി ഇതിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ അവലുപ്മാവ് ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. 2 കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ 2ഉം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കടുക് അതിലിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ഉണക്കമുളക്, കറിവേപ്പില, കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക്, അതിനോടൊപ്പം തന്നെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി മൂത്തു. ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂക്കട്ടെ. എള്ളിപ്പെടണ്ട കേട്ടോ, അത് കരിഞ്ഞു പോവേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ലേശം ഉപ്പിട്ടാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കടലയിലും ഒക്കെ ഉപ്പ് നന്നായി പിടിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടും. 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഉള്ളി മൂത്തതിന് ശേഷം നമുക്കിതിൽ എള്ളിട്ട് കൊടുക്കാൻ മതി കേട്ടോ, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോവേ. ഇതൊരു അടിപൊളി ഉപ്മാവാണേ, എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിൽ ചേർത്താൽ ഉപ്മാവ് വളരെ ടേസ്റ്റിയാവും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആവും ചെയ്യും. നട്ട്സൊക്കെ വളരെ നല്ലതല്ലേ ശരീരത്തിന്. അപ്പോൾ ഉള്ളി മൂത്തു ഇതിലേക്ക് നമുക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ളൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് അവിലിടാം. അവിൽ നമ്മൾ കുതിർത്തി വെച്ചിരുന്നല്ലോ, അവിലാണ്ട് ഇട്ട് കൊടുക്കാം. അവിലിട്ടിട്ട് കുറച്ച് ഉപ്പ് വെള്ളം തെളിക്കണം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിൽ കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കാം. അധികം വെള്ളമായാലേ അവിൽ ഉണ്ടയാവും കേട്ടോ. കുറച്ച് വെള്ളം തെളിച്ചാൽ മതി.
ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ തക്കാളിയൊന്നും ഇടാതിരിക്കുക നല്ലത് കേട്ടോ. തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇത്തരം വെള്ളമായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ആവിൽ ഉപ്മാവ് നല്ല ക്രിസ്പിയായി. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ചെറുതായി ചൂടായാൽ മതി കേട്ടോ. ഇതിൽ തക്കാളിയും വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞാലേ സാധനം ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കും, ക്രിസ്പാവില്ല. അതാണ് വെജിറ്റബിൾസ് ഇടണ്ടെന്ന് വന്നത്. വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, അത്രയേ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് മിക്സാക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് പുതിയ ഒരു വെറൈറ്റി വീഡിയോയിൽ കാണാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ഉപ്മാവ് ഒരു കാസറോളിലേക്ക് മാറ്റി. ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ടിൽ ദെൻ ബൈ.